പക്ഷെ നമുക്ക് വേണ്ടത് ഒരു വശത്ത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയ്ക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം അത് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിക്കുകയും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പുതിയൊരു അഫിഡവിറ്റ് സമർപ്പിക്കുകയും ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോടതി അംഗീകരിച്ച് ഉത്തരവാകുകയും ചെയ്തു. പക്ഷെ അവിടെ നടന്നത് ഈ പൂരത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റിനെതിരെ ഒരു ആയുധമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നൊരു ശ്രമമാകുന്നുണ്ടായി. ആ ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവകാശപ്പെടുന്നത് വനംവകുപ്പ് അവരുടെ മുമ്പാകെ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ജാഗ്രതയോടുകൂടിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അവിടെയും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. കാരണം വനമേഖലയിൽ അസ്വസ്ഥതയുണ്ടാക്കി വനംവകുപ്പിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളായി മലയോര മേഖലയിൽ നടന്നു വരികയാണ്. ആ ശ്രമങ്ങളുടെ മറ്റൊരു പതിപ്പാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനംവകുപ്പിലെ ചീഫ് വൈൽഡ് വാർഡനോട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമ്മോ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ്. ആ വാക്ക് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മോദിയുടെ ഗ്യാരണ്ടിയല്ല, വനംവകുപ്പിൻ്റെ ഗ്യാരണ്ടിയാണ്.